നബിദിനത്തിന്റെ അന്ന് അയ്യത്തങ്കര പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ ഭരണിക്കാവില് അവിടെ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. അവിടെ ഒരു പരിപാടി ചുമ്മാ പങ്കെടുക്കാൻ വേണ്ടി നിന്നു. അവിടെ ആ സമയത്ത് കണ്ടു കുറെ മുസ്ലിം ചെറുപ്പക്കാര് ഒരു ജീപ്പോ ഒരു ലോറിയോ ഒക്കെ എടുത്ത് കുറെ പച്ച ഓലയൊക്കെ അങ്ങോട്ട് വെട്ടി നിരത്തി, എന്നിട്ട് മുമ്പിൽ ഒരു പച്ച മുത്തുക്കൊടയൊക്കെ അങ്ങോട്ട് വെച്ച് കുറെ പച്ച കൊടിയൊക്കെ അങ്ങോട്ട് കെട്ടി, തലയിൽ പച്ച റിബൻ, രണ്ട് കൈയിലും പച്ച റിബൻ, കാലിൽ രണ്ടും പച്ച റിബൻ, ബൈക്കിന്റെ രണ്ട് സൈഡിലും പച്ച റിബൻ, അല്ലേ? അടിവസ്ത്രവും ചിലപ്പോ പച്ചയായിരിക്കും. അങ്ങനെ അത് വിട്ടോണ്ട് ഒരു വെല്ലുവിളി നടത്തുന്ന പോലെ മ്യൂസിക്കുള്ള പാട്ടുമൊക്കെ അങ്ങോട്ടിട്ട് തകർത്തിട്ട് ഒരു നബിദിന സമ്മേളനം നടക്കുക. അപ്പോഴാ നബിദിനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ പുറത്തോടൊരു പേക്കൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് റസൂലിന്റെ പേര് പറഞ്ഞു മത്സരവോ? റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ട് മത്സരവോ? ഞാൻ ചിന്തിച്ചു പോയി, പ്രച്ചോനെ അവിടെ വന്നപ്പോ കുറച്ചുകൂടെ അങ്ങ് ശബ്ദം കൂട്ടി. ബൈക്ക് ഇരുന്നോമാരൊക്കെ അങ്ങ് പിന്നെ അങ്ങ് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. നബിദിനം വന്നു കഴിഞ്ഞാൽ പിന്നെ മൂലക്കുരുവിന്റെ അസുഖം കൂടുതലാ. പിന്നെ ബൈക്ക് ഇരിക്കൂല, പിന്നെ എണ്ണീറ്റ് നിന്നേ ബൈക്ക് ഓടിക്കുള്ളൂ, അല്ലേ? എണ്ണീറ്റ് നിന്നേ ബൈക്ക് ഓടിക്കുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് പറക്കുക. ഞാൻ ചിന്തിച്ചു പോയി. ആ സമയത്ത് ഒരു നബിദിന സമ്മേളനം അവിടെ നടക്കുന്നു. ആ സമയത്ത് മലയ്ക്ക് പോയ അയ്യപ്പന്മാര്, ഹൈന്ദവ സഹോദരങ്ങൾ മലയെന്നവര് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു, പാട്ടുമൊക്കെ ഇട്ട് വന്നെങ്കിൽ അവരാണെങ്കിൽ പോലും ചിലപ്പോ ആ പാട്ടൊന്ന് ഓഫാക്കിയത്, അല്ലേ? അവരാണെങ്കിൽ പോലും അവിടെ എത്തുമ്പോ ശബ്ദം ഒന്ന് കുറച്ചണം. ഇത് അവിടെ എത്തിയപ്പോ ശബ്ദം ഒന്ന് കൂട്ടുക, ഒന്ന് ഉറക്ക തക്ബീർ വിളിക്കുക. ആരെയാണോ നീ വെല്ലുവിളിക്കുന്നത്? ആരെയാ വെല്ലുവിളിക്കുന്നത്? ഇതാണോ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം? കുറെ പച്ചയെടുത്തോണ്ട് ഇറങ്ങി അങ്ങ് എല്ലാം ആയോ? പച്ച മുത്തുക്കൊട പച്ച കളറാവുമ്പോ അങ്ങ് സുന്നത്തായി, അല്ലേ? പച്ച കളറായപ്പോ അങ്ങ് സുന്നത്തായോ? ചിന്തിക്കണേ സമുദായത്തിന്റെ അവസ്ഥ. ചെറുപ്പക്കാരെ ഹബീബായ റസൂലിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പോക്കിരിത്തരങ്ങളായുമെല്ലാം, അല്ലേ? എന്നല്ലാതെ വേറെന്ത് പറയാൻ പറ്റും? വളരെ വിഷമം. എത്രയെന്നും പറഞ്ഞാ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നേ. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ പ്രശ്നമാവും. ചിലപ്പോ നാളെ എന്നെ അങ്ങ് എഴുതി തെളിയാക്കാൻ കുഴപ്പമൊന്നുമില്ല. റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി ഉടൻ തന്നെ നെറ്റിലങ്ങ് കയറ്റിവിടും. കണ്ടോ ഇയാൾ അങ്ങനെ പറഞ്ഞു, നബിദിന ആഘോഷിക്കരുത്, നബിദിന ആചരിക്കരുത് എന്ന് പറഞ്ഞ് ഇറക്കിയേക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അള്ളാന്റെ ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. എത്രയെന്നും പറഞ്ഞിട്ടാ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഈ മുഷ്ക് കാണിക്കുന്ന ശൈത്താന്മാര്, പ്രശ്നം ഉണ്ടാക്കുന്ന ശൈത്താന്മാര്, അവരെയൊക്കെ അല്ലാഹു തആല റമളാനിൽ പിടിച്ച് പൂട്ടിയിട്ടേക്കും. ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. റമളാനിൽ അല്ലാഹു തആല അവരെ പിടിച്ച് പൂട്ടിയിടും. വലിയ പ്രശ്നമൊന്നും റമളാനിൽ ഉണ്ടാക്കൂല. അതുകൊണ്ട് ആ റമളാനിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത്. പിടിച്ച് പൂട്ടിയിടുമെന്നേ പറഞ്ഞോളൂ, എന്ന് തുറന്നുവിടുമെന്ന് പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് പൂട്ടിയിട്ടേനേക്ക് റബീഉൽ അവ്വൽ അങ്ങോട്ട് തുറന്നു വിടുകയാണെന്നാ. കാരണം അമ്മ അതിന് പേക്കൂത്തുകളല്ലേ കാണിക്കുന്നത്, അതേപോലെയുള്ള പേക്കൂത്തുകളല്ലേ കാണിക്കുന്നത്. ഒരു കാലം ഉണ്ടായിരുന്നു നബിദിനത്തിന്റെ പേരിലുള്ള സന്തോഷം, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് നബിദിന ആചരണമായി മാറി, പിന്നെ നബിദിന ആഘോഷമായി മാറി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പേരെന്താണെന്നറിയോ? തിരുപ്പിറവി ആഘോഷം. എവിടം വരെ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചേ? തിരുപ്പിറവി ആഘോഷം, അല്ലേ? ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുടെ പേര് പോലും കടമെടുക്കാൻ തുടങ്ങി റസൂലുള്ളാഹിന്റെ. എന്താ നബിദിനോ എന്നുള്ള പേരങ്ങ് പഴഞ്ചനായി പോയോ? അതങ്ങ് പഴഞ്ചനായപ്പോ പുതിയതെടുത്തുന്നേക്ക തിരുപ്പിറവി ആഘോഷം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെ പേക്കൂത്തുകള്, അല്ലേ? അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നവരാ നമ്മള്. ഡെൻമാർക്കിലെ ഏതോ പേരുള്ള പോസ്റ്റിങ്ങിലെന്നോ വില്ലൻ പോസ്റ്റ് എന്നോ പേരുള്ള ഒരു പത്രം അള്ളാന്റെ ഹബീബിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ പ്രതികരിച്ചവരാ ഞാനും നിങ്ങളും. ദിനമലരെന്ന് പേരുള്ള തമിഴ്നാട്ടിലെ ഒരു ദിനപത്രം അള്ളാന്റെ ഹബീബിന്റെ മോശമായ കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ പ്രതികരിച്ചവരാ ഞാനും നിങ്ങളും. അതേപോലെ തന്നെ അമേരിക്കൻ നാടുകളിലുള്ള ഏതോ ഒരു തീര സംവിധായകൻ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പേരിൽ ഹബീബായ റസൂലിനെ കളിയാക്കുന്ന സിനിമ ഇറക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാജാവെങ്കിലും. എന്നാൽ എന്റെ സഹോദരങ്ങളെ അറിയോ, ഇതേ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് നബിദിനം ആഘോഷിക്കുന്നു എന്ന് പേര് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരൊട്ടകത്തെ ഒരുക്കിരുത്തിയിട്ട് അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന പേരിൽ ഒരു കാലമാടനെ പിടിച്ച് താടിയും വെച്ചു കൊടുത്ത് തലപ്പാലം കെട്ടി ഇരുത്തി കൊടുത്തിട്ട് നബിദിന ഘോഷയാത്ര നടത്തിയില്ല ഈ സമുദായം.
നബിദിന ഘോഷയാത്ര ഒട്ടകത്തെ ഒരുക്കിയിട്ട് അതിന്റെ പേരിൽ ഒരുത്തരെ പിടിച്ച് പൗഡറൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ചങ്ങ് ഇരുത്തി നബിതങ്ങളെ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് താല ഉൽ ബദ്രു പാടിക്കൊണ്ട്. ഇല്ലാത്തൊന്നും പറയല്ല, അന്വേഷിച്ചു നോക്കിക്കോളി. നിങ്ങൾ ചേരാനല്ലൂരുമായി ബന്ധമുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കിക്കോളി, അതിനും തെളിവുണ്ട്. എന്തിനാ തെളിവില്ലാത്ത എന്തിനാ പടച്ചോനെ? എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തെളിവുണ്ട് ഒരാളുണ്ട്. ഇതിപ്പോ അങ്ങനെയാണല്ലോ, ആർക്കും എന്തുകൊണ്ടേലും കാണിക്കാം, ധൈര്യമായിട്ട് കാണിക്കാം. അള്ളാന്റെ റസൂലിന്റെ പേരങ്ങ് ഇട്ടാ മതി, 100 തെളിവ് വേണേ തരാം, 100 തെളിവ് വേണേ തരാൻ ആളുകളുണ്ട്. എന്താ സഹോദരങ്ങളെ, എന്താ? ഇങ്ങനെയാണോ റസൂലിനെ സ്നേഹിക്കേണ്ടത്? അള്ളാന്റെ ഹബീബിനെ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കണോ? ആ ഹബീബിനെ ഇങ്ങനെ നമ്മൾ ആക്ഷേപിക്കണോ? ആ ഹബീബിനെ ഇങ്ങനെ നമ്മൾ കളിയാക്കണോ? ഇതിനൊക്കെ തെളിവെന്താ? ഇമാം സുയൂത്തി പറഞ്ഞു, അല്ലേ? ശരിയാ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബിതങ്ങളുടെ മൗലിദുൻ നബി, നബിതങ്ങളുടെ നബിദിനത്തിന്റെ പേരിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മൾ ഒന്നു ചേരണം, തെളിവുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞേ? അത് പറയൂല. ഇത് മാത്രം ഒന്ന് പൊക്കിപ്പിടിച്ചിങ്ങ് കൊണ്ടുവരിക, അല്ലേ? എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞേ? മഹാനവറുകൾ പറഞ്ഞു, നബിതങ്ങളുടെ പേരിൽ നിങ്ങൾ ഒന്നു ചേർന്നോളിൻ, എന്നിട്ട് ആവുന്നിടത്തോളം ഖുർആൻ ഓതാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ആവുന്നിടത്തോളം ഖുർആൻ ഓതാൻ പറഞ്ഞു. 2, നിങ്ങൾ സുപ്ര വിരിക്കുവിൻ, അനാവശ്യ ചെലവുകളില്ലാതെ നിങ്ങൾ അന്നദാനം നടത്തിക്കോളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളെ, അനാവശ്യ ചെലവുകളില്ലാതെ. പിന്നെ നബിതങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ പാടുവിൻ. ഇതൊക്കെ നല്ല കാര്യമാ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഇമാം സുയൂത്തിയെ പോലെയുള്ള മഹാന്മാരുടെ കൗളുകൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കണോ? എത്രയെന്നും പറഞ്ഞാ ഇതൊക്കെ സഹിക്കുന്നത്? എത്രയെന്നും പറഞ്ഞാ ഇതൊക്കെ നോക്കി നിൽക്കുന്നത്? അല്ലെ? ഇന്നലെ ഒരു സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നബിദിനം എത്ര ദിവസം ഉണ്ടെന്ന്? അദ്ദേഹം കളിയാക്കിയല്ല, അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? അല്ല, കുറച്ചു നാളൊക്കെ മുമ്പ് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ എത്ര ദിവസമാ? അദ്ദേഹം ചോദിക്കുക. അപ്പൊ കൂടുന്ന ഒരാൾ പറഞ്ഞു, അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് സംഘടനകളില്ലേ, അപ്പൊ എല്ലാവരും ഇങ്ങനെ നടത്തുക. അപ്പോ ആ ഡോക്ടർ തിരിച്ചു ചോദിച്ചു, എല്ലാ സംഘടനക്കും കൂടെ ഒറ്റ നബിയല്ലേ ഉള്ളൂ? ഒരു ഹൈന്ദവൻ ചോദിച്ച ചോദ്യ, എല്ലാ സംഘടനക്കും കൂടെ ഒരു നബിയല്ലേ ഉള്ളൂ, പിന്നെ ആ ഒരു നബിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കടിപിടി കൂടുന്ന എന്തിനാണത്? അല്ലേ? അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം സഹോദരങ്ങളെ. ഇങ്ങനല്ല അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്. ദാടിയും മടിച്ചിട്ട് നമ്മൾ കണ്ടല്ലോ, കാസർഗോഡ് ഇപ്പൊ അടുത്ത പ്രശ്നം പൊങ്ങി വന്നിരിക്കുക. കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് എന്താ? താടിയും മടിച്ച് കൂളിംഗ് ഗ്ലാസും ഇട്ട് അമേരിക്കക്കാരന്റെ പാശ്ചാത്യന്റെ കോലത്തിന് പട്ടാളവേഷത്തിന് പരേഡ് നടത്തിയിരിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാർ. നബിദിന പരേഡ് പട്ടാളവേഷത്തിൽ താടിയൊക്കെ വടിച്ചങ്ങോട്ട് ഇറക്കിയിട്ട്, അല്ലേ? റസൂലുള്ളാഹിന് എന്ത് ഇഷ്ടമെന്നറിയോ? അതെങ്ങാനും കണ്ട വല്ലാത്ത സന്തോഷമായേനെ, അല്ലേ? എവിടെ എത്തി? അള്ളാഹു കാക്കട്ടെ പടച്ചോനെ. അള്ളാഹുവേ, ഇവർക്കിറക്കുന്ന അദാബിൽ നിന്ന് ഞങ്ങളെ അങ്ങ് ഒഴിവാക്കണേ അല്ലാ. സഹോദരങ്ങളെ, ദുആ ചെയ്യേണ്ട സമയ. അല്ല ഇതും കണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നത് ഏതോ മഹത്തുക്കൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്, അതിന്റെ പേര് മാത്രമാ. കുറെ പാവങ്ങളുടെ ദുആ കൊണ്ട് മാത്രമാ. അല്ലാതെ അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ ആക്ഷേപിച്ചാൽ അല്ല നോക്കിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ദീനുമായിട്ട് സുന്നത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. പേരിന് പറയാൻ പോലും താടിയില്ല, താടിയും മടിച്ചിറക്കി, തൊപ്പിയുമില്ല, നിസ്കാരവുമില്ല, പള്ളിയുമില്ല. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയ്യേറുക, ഹുബ്ബുർ റസൂലിന്റെ പേരും പറഞ്ഞിട്ട് പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടാൻ. എടാ, ഒരു സുന്നത്തുണ്ടോടാ നിന്റെ ജീവിതത്തിൽ പറയാൻ? സുന്നത്തനുസരിച്ച് താടിയുണ്ടോ നിനക്ക് തൊപ്പിയുണ്ടോ? റസൂലുള്ളാഹിന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ടോ? അള്ളാന്റെ റസൂല് കല്യാണം നടത്താൻ പറഞ്ഞ പോലെ സുന്നത്തനുസരിച്ച് കല്യാണം നടത്താൻ പറ്റുന്നുണ്ടോ? സ്ത്രീധനവും അച്ചാരവും പോക്കറ്റ് മണിയുമൊക്കെ സുന്നത്തുൽവാത്തിന്റെ പേര് പറഞ്ഞ് ഹലാലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പെണ്ണിക്കൊടുത്തിട്ട് അള്ളാന്റെ ഹബീബിനെ അംഗീകരിച്ച, റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച, അള്ളാന്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുമായി പലതവണ ബന്ധം പുലർത്തുന്നതായ ഇന്നും സ്വപ്നങ്ങളിലേറെ അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെടുന്ന ആലിമീങ്ങളൊക്കെ കാഫിരീങ്ങളും മുബത്തദീങ്ങളും മുനാഫിക്കീങ്ങളും അവരെ കണ്ട സലാം പറയല്ലേ, അവരെ കണ്ട മിണ്ടല്ലേ? നാണമില്ലേടോ ഇങ്ങനെ നടക്കാൻ? മഹത്വങ്ങളായ ഉലമാക്കളുടെ കിതാബുകൾ എഴുതി വച്ചിരിക്കുകയാ. അള്ളാന്റെ ഹബീബിനോട് ഇഷ്ടമാണെന്നും പറഞ്ഞൊരു വീട്ടർ രംഗത്ത് വരുന്നതാണ്.
എന്നാൽ അവർക്ക് സുന്നത്തുമായൊരു ബന്ധവുമില്ല, ഹബീബുമായവർക്കൊരു ബന്ധവുമില്ല. അവർക്ക് സുന്നത്തായ ദാടിയില്ലല്ലോ, അവർക്ക് സുന്നത്തായ തൊപ്പിയില്ലല്ലോ, അവർക്ക് സുന്നത്തായ വേഷവിധാനങ്ങളില്ലല്ലോ, അവർക്ക് സുന്നത്തായ കല്യാണങ്ങളില്ലല്ലോ, അവർക്ക് സുന്നത്തായ മരണാനന്തര കർമ്മങ്ങളില്ലല്ലോ. എന്തൊക്കെയോ പേക്കൂത്തുകളെ കാട്ടിക്കൂട്ടുന്നവരാ. അപ്രകാരം ഒരാളുകൾ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, മൻ ഇദ്ദാ حب النبي صلى الله عليه وسلم وغير اتباع السنة. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്, ആരെങ്കിലും വാദിക്കുകയാണ്, സമർത്ഥിക്കുകയാണ്, ഹുബ്ബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണ് എന്നെങ്ങാനും വീണ്ടും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ നിങ്ങൾ നോക്കുക, അവര് സുന്നത്തുമായി ബന്ധമില്ലാത്തവരാണോ എങ്കിലെന്റെ സമുദായത് ഉറപ്പിച്ചുകൊള്ളുക, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അവൻ കള്ളരാണ്, പെരും കള്ളരാണ്, ആട്ടിയോടിക്കപ്പെടേണ്ടവരാണ്. സുന്നത്തുമായി ബന്ധമില്ലാതെ ഹിബ്ബുർ റസൂലും പറഞ്ഞുകൊണ്ട് നടക്കേണ്ടവൻ. എന്റെ സഹോദരങ്ങളെ, കുറെ തോരണങ്ങളങ്ങ് തെറ്റിയാ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായോ, കുറെ നെയ്ത്തങ്ങ് നിരത്തി വച്ചാൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായോ? ഈ സമുദായത്തിന്റെ കയ്യിൽ നിന്നും അള്ളാന്റെ ഹബീബിനോടുള്ള ഹുബ്ബെന്ന ന്യായം പറഞ്ഞ് 10,000 രൂപ പിരിച്ചെടുത്തിട്ട് ദിവസങ്ങളോളം പാതിരാത്രി പോലും ഒരു ജനത്തിനും പ്രയോജനമില്ലാത്ത രീതിയിൽ ട്യൂബ് ലൈറ്റുകളും സീരിയൽ ബൾബുകളും കത്തിച്ചിട്ടിട്ട് 1000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. നേരെ പിടിച്ച് ബോക്സുകളെ നിരത്തി വെച്ചിട്ട് അതിന് മക്കയുടെയും മദീനയുടെയും കോലമുണ്ടാക്കിയിട്ട് പൊതുജനത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് പൊതുജനത്തിന്റെ സ്വൈരമായ ജീവിതം പോലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിക്കുള്ള പാട്ടമിട്ടിട്ട് റസൂലിന്റെ പേര് പറഞ്ഞ് നടുറോട്ട് നടപ്പാൻ കൂത്ത് കളിച്ചാൽ എന്റെ ചെറുപ്പക്കാരാ, അതങ്ങ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായോ? അതങ്ങ് ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്ന കാര്യമായോ? വേണ്ട. അള്ളാന്റെ ഹബീബിന് യഥാർത്ഥമായ രീതിയിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ഹബീബായ റസൂലുമായി ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു തരികയാ. ആരാണെന്ന് സ്നേഹിക്കുന്നവനെന്നറിയുമോ? 11 മാസക്കാലവും ഞാനുമായി ബന്ധമില്ലാതെ ഒരു 12 ദിവസത്തിന് റസൂലിന്റെ പേര് പറഞ്ഞ് തേക്കൂത്ത് നടത്തുന്നവനല്ല എന്നോട് സ്നേഹമുള്ളത്. പിന്നെയോ ഹബീബായ റസൂലിന്റെ വാക്കുകളാ. വീണ്ടും ഈ വിനീതനെ ഓർമ്മപ്പെടുത്തുക. എന്നെ വേണമെങ്കിലും നിങ്ങളങ്ങ് തള്ളിക്കളഞ്ഞോ, എന്നെ വേണമെങ്കിലും മുഖത്തടിയാക്കിക്കോ, എന്നെ വേണമെങ്കിലും മുശ്രിക്കാക്കിക്കോ, എന്നെ വേണമെങ്കിലും മുജാഹിദാക്കിക്കോ, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ മുദ്രകുത്തിക്കോ. പക്ഷേ ഹബീബായ റസൂലിന്റെ വാക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് എന്നോടും നിങ്ങളോടും പറയുകയാണ്, മൻ അഹബ്ബ സുന്നതി, ആർക്കാണോ എന്റെ സുന്നത്തുകളോട് സ്നേഹമുള്ളത്, എന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരോ, എന്റെ സുന്നത്തനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാരോ, ജീവിതത്തെ സുന്നത്തുമായി ബന്ധിപ്പിക്കുന്നവരാരോ? മൻ അല്ലാഹുവിന്റെ റസൂലിതാ ചോദിക്കുകയാ, മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തുകളോട് സ്നേഹമുള്ളവൻ, എന്റെ സുന്നത്തുകളെ പിൻപറ്റുന്നവനുണ്ടല്ലോ, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നോട് സ്നേഹമുള്ളത്, അവനാണ് എന്നെ ഇഷ്ടപ്പെടുന്നവര്, അവനാ റസൂലുള്ളാഹിനോട് യഥാർത്ഥ മുഹബ്ബത്തുള്ളത്. അഫ്ളൽ ഖാസിമിയുടെ വാക്കല്ല, പിന്നെയോ അഫ്ളലുൽ ബസറായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കാണ് എന്നോട് യഥാർത്ഥ സ്നേഹമുള്ളത്. എന്നിട്ട് വമൻ അഹബ്ബനി,
എന്റെ സുന്നത്തുകളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് എന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആരൊരാൾ എന്നെ സ്നേഹിക്കുന്നത്, എന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചുകൊണ്ട് ആരൊരാൾ എന്നെ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നത്, അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരറിഞ്ഞുകൊള്ളത് കാനനഈഫിൽ ജന്ന, നാളെ സ്വർഗ്ഗലോകത്ത് എന്റെ കൈപിടിച്ച് ഞാൻ കിടക്കുന്ന സ്വർഗ്ഗത്തില് അവൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോടൊരു ദേഷ്യം തോന്നണ്ട. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞ എന്നെ യഥാർത്ഥമായ രീതിയിൽ സ്നേഹിക്കുന്ന ആരാ? എന്റെ സുന്നത്തുകളെ പിൻപറ്റുന്നത്. ആദ്യം അതുണ്ടാകട്ടെ പൊന്നുവനെ. ആദ്യം നിനക്ക് താടി വരട്ടെ, നിനക്ക് തൊപ്പി നിന്റെ ശീലമായി മാറട്ടെ. സുന്നത്തായ വേഷം, റസൂലുള്ള ഇഷ്ടപ്പെട്ട വേഷം എന്താ? അഹബ്ബു തിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബീസ്. നീളമുള്ള വസ്ത്രമായിരുന്നു റസൂലുള്ളാഹിനോട് ഇഷ്ടം. നീളമുള്ള വസ്ത്രമൊക്കെ ജുബ്ബയ്ക്ക് ഇച്ചിരി നീളം കൂടി കഴിയാ തീർന്നു. പിന്നെ മുബത്തതിയായി കാത്തറായി സലാം പറയല്ലേ, നോക്കല്ലേ, ചിരിക്കല്ലേ, തൊട്ടാ കുളിക്കണം, ആകെ പ്രശ്നമാണ്. ജുബ്ബയ്ക്കിച്ച് നീളം കൂടിയാ പിന്നെ ഉസ്താദിന്റെ പുറകിൽ നിസ്കരിക്കാനേ പാടില്ല. ലേ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള വേഷം നീളം കൂടിയ വസ്ത്രമായിരുന്നു. താല്പര്യമുണ്ടോ അതിനോടൊക്കെ? ആദ്യം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്. ഇത് റസൂലുള്ളാന്റെ പേര് പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ. റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ടാ ചെയ്യുന്ന അതിനെ ഇനി ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ പണിയേ ഉള്ളൂ. മുജാഹിദാടെ നമ്മൾ അവനിൽ സംസാരിക്കാതിരിക്കണ്ട അല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്ക. ഞാൻ തുറന്ന് സംസാരിക്കുന്ന ആളാ, മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്നെ ഇവിടെ വിളിച്ചത്. ദീനിന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചത്. നമ്മൾ ചിന്തിക്കണം, ഹബീബായ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ, ദീനിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു വിട്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ സുന്നത്തിനോട് താല്പര്യമുണ്ടാവും. അവന് താടി വളർത്താൻ ഇഷ്ടവാ, തൊപ്പി വെക്കാൻ ഇഷ്ടവാ, നീളം വസ്ത്രം ധരിക്കാൻ ഇഷ്ടവാ, കല്യാണമൊക്കെ നടത്തുമ്പോ അച്ചാരമില്ല, പോക്കറ്റ് മണിയില്ല, സ്ത്രീധനമില്ല, സുന്നത്തായ കല്യാണം